കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൂടി വന്ന നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഉണർവിൻ്റെ ഭാഗങ്ങളാകുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കേന്ദ്രങ്ങളാകുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ വാഹകരാകുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വലിയ തെരഞ്ഞെടുപ്പിനായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഓരോ ദിവസവും ആത്മീയ അഭിവൃദ്ധിയിലേക്ക് ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ കർത്താവ് നമുക്ക് നൽകുന്ന തിരുവെഴുത്തിലൂടെ ആത്മീയ അഭിവൃദ്ധി നൽകുന്നത് പോലെ തന്നെ ശാരീരികമായിട്ടുള്ള ബലവും സൗഖ്യങ്ങളും എല്ലാം പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ഈ ദിവസങ്ങളായി അധികമായി കർത്താവ് ചെയ്യുന്നു. അതുപോലെ രൂപാന്തരങ്ങൾ, അത്യത്ഭുതമായ രൂപാന്തരങ്ങൾ കർത്താവ് ഇതിനകത്ത് ചെയ്യുന്നു. പാപബോധം ഓരോരുത്തർക്കും ഉളവായി വരുന്നു. ഇതെല്ലാം പരിശുദ്ധാത്മാവ് ഒരു പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ, ഒരു കൂട്ടായ്മയിൽ വ്യാപരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. കേവലം നമുക്കൊരു മാനസിക അനുഭൂതി ഉളവാക്കുന്നതിനേക്കാളും അപ്പുറമായി നമുക്ക് നമ്മുടെ മറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ നാം കണ്ടെത്തി അതിനെ കണ്ടു കെട്ടി പാപബോധം ഉളവായി അവൻ അത് ഉപേക്ഷിച്ച് മാനസാന്തരപ്പെട്ട് രക്ഷയിലേക്ക് എനിക്ക് വരാൻ താല്പര്യമുണ്ട്, ഞാൻ അതിനെന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്നു എങ്കിൽ ആ ശുശ്രൂഷയ്ക്കകത്ത് പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നുണ്ട്. എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്കും മുടക്കങ്ങളില്ലാതെ തുടർമാനമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ കൂട്ടായ്മയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ. അതിശക്തമായ ഒരു ആത്മീയ ആലോചന പരിശുദ്ധാത്മാവിൽ നിന്ന് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്താണ് ക്രൂശിൻ്റെ വെളിപ്പാട്? ഞാൻ എപ്പോഴും ചിന്തിക്കാറും പറയാറുമുള്ളത് ഇങ്ങനെയാണ്: ക്രൂശ് എന്ന് പറയുന്നതിന് വിലയുണ്ടായത് യേശു അതിന്മേൽ തൂങ്ങിയപ്പോഴാണ്. അല്ലെങ്കിൽ ഇതിനു മുന്നേ, യേശുവിനെ ക്രൂശിക്കുന്നതിന് മുന്നേ ഒത്തിരി പേരെ ക്രൂശിച്ചിട്ടുണ്ട്. പക്ഷേ അന്നൊക്കെ ക്രൂശ് ഒരു നിന്ദിക്കപ്പെടുന്ന, ആരും ക്രൂശ് വീട്ടിനകത്ത് കയറ്റുമായിരുന്നില്ല. കാരണം അത് അത്രയും ക്രിമിനൽ കുറ്റം ചെയ്തവരെ ഇഞ്ചപ്പരിമമാക്കി തൂക്കുന്ന ഒരു സാധനമാണ് ക്രൂശ്. ആരും അത് വീട്ടിൽ വയ്ക്കുമായിരുന്നില്ല, ആരും അതിനെ റെസ്പെക്റ്റ് ചെയ്യുമായിരുന്നില്ല, ആരും അതിനെ വണങ്ങുമായിരുന്നില്ല, ഒന്നും ചെയ്യുമായിരുന്നില്ല. പക്ഷേ യേശു അതിൽ തൂങ്ങിയപ്പോൾ, കർത്താവായ യേശു ക്രിസ്തു അതിന്മേൽ കയറിയപ്പോൾ ക്രൂശിൻ്റെ വില മാറി. ക്രൂശിൻ്റെ വില മാറി. ദൂത് ഞാൻ പറയുന്നു, യേശു നിന്റെ വീട്ടിൽ വന്നാൽ നിന്റെ വീടിൻ്റെ വില മാറും. യേശു നിന്റെ ജീവിതത്തിൽ വന്നാൽ നിന്റെ വില മാറും. യേശു നിന്റെ മനസ്സിൽ കയറിയാൽ, ഹൃദയത്തിൽ ഇടമെടുത്താൽ നിന്റെ മാനസിക നിലവാരങ്ങൾ മാറും. യേശു നിന്റെ കൂടെ നിന്നാൽ നീ എന്ന വ്യക്തി മാറും. ഓ മൈ ഗാഡ്! യേശു നിന്നിൽ കയറിയാൽ, ഹല്ലേലൂയ, നിന്റെ ജീവിതം തന്നെ മാറും. യേശു മരക്കുരിശിന്മേൽ കയറിയപ്പോൾ ഏത് മരമാണ്, മരത്തിൻ്റെ ഡിമാൻഡ് എന്താ, മരത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ ഇപ്പം എന്താ, ഇതൊന്നും നോക്കിയിട്ടല്ല ക്രൂശിനെ വിലമതിക്കാൻ തുടങ്ങിയത്. ക്രൂശിൽ ശക്തി വ്യാപരിച്ചത് പല കള്ളന്മാരും തൂങ്ങി, ഇതിനു മുന്നേ ഒത്തിരി ക്രിമിനലുകൾ തൂങ്ങി. അന്നൊന്നും ക്രൂശിൽ നിന്നും ഒരു ശക്തിയും ഒരു ജീവനും വ്യാപരിച്ചിരുന്നില്ല. പക്ഷേ കാലം അല്പം മുൻപോട്ട് പോകവേ ഒരു യൗവനക്കാരൻ, 33.5 തിരുവയസ്സുള്ളവൻ ക്രൂശിന്റെ മേൽ കയറിയ സമയം തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നു: ക്രൂശിന്റെ ശക്തി, ക്രൂശിന്റെ വചനം. എങ്ങനെ വന്നു ഈ വാക്ക്? കയറേണ്ടവൻ കയറിയപ്പോ, ഏൽപ്പിക്കപ്പെട്ടവൻ കയറിയപ്പോ, പ്രതിജ്ഞാബദ്ധൻ കയറിയപ്പോ ക്രൂശിന്റെ അർത്ഥം മാറി. ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു, ആരുടെയൊക്കെയോ ജീവിതം അർത്ഥശൂന്യമായിരിക്കുമ്പോ, അർത്ഥരഹിതമായിരിക്കുമ്പോ, അമ്മേ, നിന്റെ ജീവിതത്തിൽ കയറേണ്ടവനെ, നിന്റെ വീട്ടിൽ കയറേണ്ടവനെ, നിന്റെ മനസ്സിൽ ഹൃദയത്തിൽ സ്ഥാനമെടുക്കേണ്ടവനെ, നിന്റെ ചിന്തകളെ നിയന്ത്രിക്കേണ്ടവനെ ഇന്ന് പകൽ നീ സ്വീകരിക്കുകയാണെങ്കിൽ ഇന്ന് നിന്റെ ജീവിതം മാറും.
ക്യാൻ യു ഹിയർ മീ? എന്നെ കേൾക്കാമോ? ശബ്ദം ഓക്കെ ആണോ? തമ്പ് കാണിക്കാമോ? ഓക്കെ ആണെങ്കിൽ കേൾക്കാമോ? ഓക്കെ ആണ്. ആരും അനങ്ങുന്നില്ല. ഒരാൾ മാത്രം കാണിച്ചു എന്ന് തോന്നുന്നു. ഓക്കെ, താങ്ക് യു. ഇപ്പൊ ചിലരുടെ കൈ പൊങ്ങിയത് ഞാൻ കണ്ടു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ആ നിലവാരത്തിൽ ക്രൂശിന്റെ വെളിപ്പാടുകൾ എന്ത് എന്ന് നാം ഒന്ന് അല്പമായി ചിന്തിക്കാൻ കർത്തൃകൃപയിൽ ശരണപ്പെടുന്നു. നമുക്കെല്ലാവർക്കും വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ആ തിരുവെഴുത്തിലേക്ക് പ്രവേശിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം 18-ാമത്തെ തിരുവചനം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം 18-ാമത്തെ തിരുവചനം. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു. എങ്ങനെ ക്രൂശ് സംസാരിക്കാൻ തുടങ്ങി? എങ്ങനെ ക്രൂശിന് അർത്ഥമുണ്ടാകാൻ തുടങ്ങി? എങ്ങനെ ക്രൂശിന്റെ വചനം എന്ന് പറയാൻ തുടങ്ങി? യേശു കർത്താവ് ക്രൂശിനെ സ്വീകരിക്കുന്ന കാലഘട്ടം വരെ ആരും ക്രൂശിനെ സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല. ക്രൂശ് എന്ന് പറഞ്ഞാൽ ഭയപ്പെട്ട് കണ്ണും വായും പൊത്തുന്ന കാലഘട്ടം. എന്നാൽ എല്ലാവരും കണ്ണും വായും പൊത്തി ആ ശിക്ഷാവിധിയിൽ നിന്ന് ഓടി അകലാൻ ആഗ്രഹിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ ആഗ്രഹിക്കുമ്പോൾ ഒരുവൻ സ്വമനസ്സാൽ കൈനീട്ടിയ ക്രൂശിനെ സ്വീകരിച്ചു. ആ സെക്കൻഡ് മുതൽ ക്രൂശിന് ഒരർത്ഥമുണ്ടായി. അത് റോമൻ പടയാളികളിട്ട അല്ലെങ്കിൽ റോമൻ നിയമമിട്ട അർത്ഥമല്ല, റോമൻ നിയമമിട്ട വിലയല്ല, റോമൻ നിയമം കണ്ട കാഴ്ചപ്പാടുമല്ല. യേശു അതിനെ സ്വീകരിച്ചപ്പോൾ അതിൻ്റെ കാഴ്ചപ്പാട് മാറി. യേശു അതിനെ കയ്യേറ്റു വാങ്ങിയപ്പോൾ അതിൻ്റെ വില മാറി. യേശു അതിനെ സ്വീകരിച്ചപ്പോൾ ക്രൂശിന്റെ ഉപയോഗം തന്നെ മാറി. ക്രൂശിന്റെ വചനം എന്ന് അഭിമാനത്തോടെ പറയത്തക്ക നിലയിൽ ആ ക്രൂശ് മാറിയത് അത് യേശു സ്വീകരിച്ചത് കൊണ്ടാണ്. ഒത്തിരി പേർ കയ്യേക്കാൻ താല്പര്യമില്ലാത്തത്, ആരും സ്വപ്നം പോലും കാണാൻ ആഗ്രഹിക്കാത്ത ഒന്ന് യേശു കയ്യെ നീട്ടി വാങ്ങിയപ്പോൾ, യേശു അതിന്മേൽ ചാരിയപ്പോൾ അതിന് അർത്ഥമുണ്ടായി എങ്കിൽ, പ്രിയപ്പെട്ട സുഹൃത്തേ, അർത്ഥശൂന്യമായ ചില ജീവിതങ്ങളെ, അർത്ഥശൂന്യമായ ചില വ്യക്തികളെ നീ അർത്ഥശൂന്യമെന്ന്, നീ ഒരു വട്ടപൂജ്യമെന്ന്, നീ ഒരു പരാജയമെന്ന്, നീ ഒരു ശാപമെന്ന്, നീ ഒരു ശാപമെന്ന്, നീ ഒരു ശാപമെന്ന് ചില വ്യക്തികൾ നിന്റെ മുഖത്ത് നോക്കി പലവട്ടം ആവർത്തിച്ചു പറഞ്ഞ സ്ഥാനത്ത് നിന്നെ കയ്യേക്കാൻ, നിങ്ങളെ കയ്യേക്കാൻ, നിങ്ങളുടെ കുടുംബത്തെ കയ്യേക്കാൻ, ശാപം പേറുന്ന കുടുംബം എന്ന് പറഞ്ഞ നിങ്ങളുടെ കുടുംബത്തെ കയ്യേക്കാൻ യേശു തയ്യാറായാൽ, യേശു തയ്യാറാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിന്റെ അർത്ഥം പോലും മാറിപ്പോകുന്ന, ശാപം നീങ്ങിപ്പോകുന്ന, അർത്ഥശൂന്യതകൾ മാറിപ്പോകുന്ന, ജീവിതത്തിനൊരർത്ഥമുണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഇതെന്ന് ഞാൻ ഈ വചനത്തോടെ നിങ്ങളോട് പ്രഖ്യാപിക്കുകയാണ്. Praise to Jesus. യേശു അതിനെ സ്വീകരിച്ചപ്പോൾ ആ വചനം പ്രസംഗിക്കാൻ ചിലരെ ദൈവം എഴുന്നേൽപ്പിച്ചു. ക്രൂശിന്റെ വചനം എന്ന് 18-ാമത്തെ വാക്യം പൗലോസ് ആരംഭിക്കുകയാണ്. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക്. എന്റെ ചോദ്യം ഇതാണ്, ക്രൂശ് തന്നെ നശിപ്പിക്കാൻ വേണ്ടിയല്ലേ ഉണ്ടാക്കി വെച്ചേ? ക്രൂശ് തന്നെ നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ടല്ലേ അവിടെ ഉണ്ടാക്കി വെച്ചത്? പക്ഷേ യേശു അതിന്മേൽ കയറിയതോടെ വെളിപ്പാട് മാറി, ഉപയോഗം മാറി. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്ക് നാശത്തിൽ നിന്ന് ക്രൂശിന്റെ വചനം കേട്ട് രക്ഷയിലേക്ക് വന്ന എന്നെയും നിങ്ങളെയും പോലുള്ളവർക്ക് അടുത്ത വാക്യം അവിടെ പറയുന്നു, വാക്ക് പറയുന്നു, അത് ദൈവശക്തി. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, ക്രൂശ് പൂർണ്ണ ആരോഗ്യവാനായിരിക്കുന്ന ഒരുവനെ നശിപ്പിച്ച് കളയാം. അവന്റെ ശരീര സംബന്ധമായും സൗന്ദര്യ സംബന്ധമായും ആരോഗ്യ സംബന്ധമായും ആയുസ് സംബന്ധമായും നശിപ്പിച്ച് കളയുക എന്ന ഉദ്ദേശത്തോടെ നിർമ്മിച്ചു വെച്ചൊരു നിർമ്മിതി. അവിടെ പിന്നെ വേറെ അപ്പീലില്ല. പക്ഷേ
ഇവിടെ പറയുന്നു ക്രൂശിന്റെ വചനം. ഒന്ന്. രണ്ട്, സകല ബലവും നശിച്ചു പോകുന്ന ആ ക്രൂശിനെ നോക്കി വീണ്ടും പൗലോസ് പറയുന്നു, ആ വചനവും ആ ക്രൂശും ആ ക്രൂശിന്റെ വചനവും വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവശക്തിയായി പരിണമിക്കുന്നു. പൂർണ്ണ ആരോഗ്യവാൻ ക്രൂശിൽ കയറിയാൽ സകല ശക്തിയും ക്ഷയിച്ച് അവൻ നശിച്ചു പോകുമ്പോൾ, ഒരാരോഗ്യവുമില്ലാത്ത, ഒരാത്മീയ ആരോഗ്യമില്ലാത്ത, ഒരു ശാരീരിക ആരോഗ്യമില്ലാത്ത, ഒരു മാനസിക ആരോഗ്യമില്ലാത്ത, ഒരു കഴിവുമില്ലാത്ത, ഒരു ഉപയോഗവുമില്ല എന്ന് മുദ്രകുത്തിയ ആർക്കും ഈ ക്രൂശിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പലരും പറയും, നീ കഴിവില്ലാത്തോണ്ട് നശിച്ചു പോകും, നീ ഭാഗ്യമില്ലാത്തോണ്ട് നശിച്ചു പോകും, നീ ഒരു തുടർമാനമായി, നീ ഒരു പരാജയമായതുകൊണ്ട് നീ നശിച്ചു പോകുമെന്ന് പറയുന്നവൻ തിരിഞ്ഞ് ഇന്ന് ഈ ക്രൂശിലേക്ക് നോക്കിയാൽ അവന്റെ നാശയോഗ്യമായ എല്ലാ അവസ്ഥയും ആദ്യം ക്യാൻസൽ ആകും. കാരണം സംസാരിക്കുന്ന ഒരു വചനം ക്രൂശിലുണ്ട്. രണ്ട്, എല്ലാവരുടെ വാക്കും പ്രവൃത്തിയും ജീവിതാനുഭവങ്ങളെയും പ്രതി ജീവിതത്തിന്റെ മുഴുവൻ പ്രത്യാശയും ശക്തിയും എല്ലാ അളവിലും നശിച്ച, ശക്തി ക്ഷയിച്ച ഒരവസ്ഥയിലാകുന്നവൻ ക്രൂശിലേക്ക് നോക്കിയാൽ അവന്റെ മേൽ വചനത്തിന്റെ പുതുശക്തി ക്രൂശിൽ നിന്ന് പുറപ്പെടും. ചുരുക്കി പറഞ്ഞാൽ, ഇന്ന് നിങ്ങളുടെ മുമ്പിലിരുന്ന് പ്രസംഗിക്കുന്ന ഞാനും എന്നെ പോലെ സമ അവസ്ഥയിലൂടെ കടന്നുപോയവരോടും ചോദിച്ചാൽ അവർ പറയും, നിങ്ങൾ ക്രൂശിലേക്ക് നോക്കിയപ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടായിരുന്നു? ഞങ്ങൾ ക്രൂശിലേക്ക് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് വിശ്വാസമല്ലാതെ വേറെ ഒന്നുമില്ലായിരുന്നു. നിങ്ങളെ ആശ്വസിപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഞങ്ങളെ നിരാശപ്പെടുത്താൻ ഒത്തിരി പേരുണ്ടായിരുന്നു. നിങ്ങളെ ബലപ്പെടുത്താൻ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. എല്ലാവരും ഞങ്ങളെ നിർജീവാവസ്ഥയിൽ തള്ളിക്കളഞ്ഞു. പക്ഷെ ക്രൂശിലേക്ക് നോക്കിയപ്പോൾ ആരും പറയാത്ത ചില ശബ്ദങ്ങൾ ഞങ്ങൾ കേട്ടു, ആരും നൽകാത്ത ചില ബലം ഞങ്ങൾ അനുഭവിച്ചു, ആർക്കും ഉണ്ടാകാത്ത ചില അനുഭവങ്ങൾ ഞങ്ങൾക്കുണ്ടായി. ഇതൊക്കെയും ക്രൂശിലെ ക്രിസ്തുവിലേക്ക് നോക്കിയതിന് ശേഷമാണ്. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രതീക്ഷിക്കാൻ ഒരു വകയുമില്ലെങ്കിലും നിനക്ക് എല്ലാവരുടെ പ്രതീക്ഷയും ക്രൂശിൽ നോക്കിയാൽ തീർന്നുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ യേശു ക്രൂശിൽ കയറിയ അന്നു മുതൽ ക്രൂശിലേക്ക് നോക്കുന്നവന് ചില പ്രത്യാശകൾക്ക് വകയുണ്ടായി മാറി. ആമേൻ. ക്രൂശിലേക്ക് നോക്കിയവർക്ക് ചില പ്രതീക്ഷകൾ ഉളവായി. ക്രൂശിലേക്ക് നോക്കിയവർ കാഴ്ച പ്രാപിക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് കേൾക്കണോ? എല്ലാ അടിയും കൊണ്ടു, എല്ലാ കാര്യങ്ങളും, എല്ലാ ശിക്ഷാവിധിയും കഴിഞ്ഞു. ക്രൂശിക്ക എന്ന ആരവത്തിന്റെ മുൻപിൽ യേശുവിനെ മൂന്നാണികളാൽ, 3 പച്ചക്കാരിരുമ്പാണികളാൽ ക്രൂശിക്കുകയും ചെയ്തു. തീർന്നില്ല അവിടം കൊണ്ട് തീർന്നു. ഇനി ശിക്ഷാവിധി വല്ലതും ബാക്കിയുണ്ടോ? ഇനി ഒരു ശിക്ഷാവിധിയും ബാക്കിയില്ല. ക്രൂശിച്ചു കഴിഞ്ഞു. ഇനി ജീവൻ പോകുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്നാൽ എല്ലാ ശിക്ഷാവിധിയും നിങ്ങൾക്ക് കഴിഞ്ഞു എന്ന് ജനം പറഞ്ഞു. എല്ലാം എന്നെ ചെയ്യേണ്ടതൊക്കെ ചെയ്തു എന്ന് എല്ലാവരും പറഞ്ഞു. ഇനി എന്നെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഇനി ചെയ്യാൻ നിന്റെ ശരീരത്തിൽ ഇനി ഒരു മാംസവും ബാക്കിയില്ല എന്ന് ചിലർ പറഞ്ഞു. ഞാൻ അങ്ങനെ പറയുക, ഇനി ഒന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് തന്നെയാ യേശുവിനെ തൂക്കിയത്. ഇനി ഒന്നും ചെയ്യാനില്ല, ഇനി മുറിയാൻ ഒരിടവുമില്ല. എന്നാൽ യേശു പറയുന്നു, എന്നാൽ എനിക്കിനിയും ചിലത് ചെയ്യാൻ ബാക്കിയുണ്ട്. എന്താണ് എന്ന് അമ്പരന്ന് നിന്ന ലോകത്തിന്റെ മുൻപിൽ ഏതോ ഒരു പടയാളി പറഞ്ഞു, അവന്റെ ആയുസ് പോയോ, അവന്റെ ജീവൻ പോയോ എന്ന് ഉറപ്പിക്കാൻ അവന്റെ വിലാപ്പുറത്ത് കുത്തുക. അവന്റെ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തി അവസാനം അവന്റെ മേത്ത് കൈവെക്കാൻ ഒരു വ്യക്തിയെങ്കിലും ഉണ്ടെങ്കിൽ അവന് വേണ്ടിയും കൂടെ ശേഷിപ്പിച്ചിരുന്ന ആ രക്തവും വെള്ളവും കൂടെ കുത്തിയവന്റെ അന്ധത ബാധിച്ച കണ്ണിലേക്ക് തെറിച്ചു വീണപ്പോൾ ആത്മാവിന്റെ ഒരു വലിയ കാഴ്ചയും കാഴ്ചപ്പാടും ആ മനുഷ്യന് ലഭിച്ചു എന്ന് ഞാൻ പറയും. ആമേൻ. ആ റോമൻ പടയാളിയുടെ കാഴ്ച അറ്റുപോയിരുന്ന നിർജീവ കണ്ണുകളിലേക്ക് അരുമനാഥന്റെ രക്തത്തിൽ വ്യാപരിച്ച് അവശേഷിച്ചിരുന്ന ആ കാഴ്ചയും ജീവനും അവന്റെ കണ്ണുകളിലേക്ക് പതിച്ചതുപോലെ
ആത്മാവിൽ ഞാൻ ചിലരോട് ചോദിക്കുന്നു, നീ എല്ലാം ചെയ്തു കഴിഞ്ഞോ? നീ എല്ലാം പ്രവർത്തിച്ചു കഴിഞ്ഞോ? നീ എല്ലാ പ്രതീക്ഷകളും കൈവിട്ടോ? ഇനി നിന്നിൽ എന്തെങ്കിലും പ്രതീക്ഷകൾ ഇനി അവശേഷിക്കുന്നുണ്ടോ? ഇനി മനുഷ്യനിൽ പ്രത്യാശയുണ്ടോ? മനുഷ്യനിൽ പ്രതീക്ഷയുണ്ടോ? ജീവിതത്തിൽ മറ്റെന്തെങ്കിലും നിങ്ങൾ ഇനി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നു? അവർക്ക് എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? ഇല്ല എന്ന് ആർക്കെങ്കിലും മറുപടി ഉണ്ടെങ്കിൽ എനിക്ക് ആ ഇല്ല എന്ന് പറയുന്നിടത്ത് നിന്ന് പുതിയതൊന്ന് തുടങ്ങാൻ താല്പര്യമുണ്ട്. ഇതുപോലെ തന്നെ ആമേൻ, ആ മണൽപ്പുറത്ത് ആ മലമുകളിൽ എല്ലാവരും പറഞ്ഞു, ഇനി ഒന്നും ഇവനെ ചെയ്യാനില്ല, ഇനി ഒന്നും ഇവനെ പറയാനില്ല, ഇനി ഒന്നും എനിക്ക് കാണാനും ഇല്ല. എല്ലാം കണ്ടു, ക്രൂശിക്കാന്ന് പറഞ്ഞു, ക്രൂശിച്ചു. പക്ഷെ അപ്പോഴും നിശ്ചലാവസ്ഥയിൽ കിടന്നുകൊണ്ട് യേശുവിന്റെ ആത്മാവ് ഇങ്ങനെ മന്ത്രിക്കുന്നുണ്ടായിരിക്കും, ഇവിടെ ഇനിയും ഒരുവന് കാഴ്ച പ്രാപിക്കാനുണ്ട്. എന്നെ ക്രൂശിച്ചവനിൽ ഒരുവൻ ഇനിയും കാഴ്ച പ്രാപിക്കാനുണ്ട്. എന്നെ വേദനിപ്പിച്ചവരിൽ ഒരുവനെ ഇനിയും കാഴ്ച പ്രാപിക്കാനുണ്ട്. എന്നെ ഈ അവസ്ഥയിലാക്കിയ ഒരുവന് ഇനിയും കാഴ്ച പ്രാപിക്കാനുണ്ട്. യേശുവിന്റെ നാമത്തിൽ എത്ര പേർ കൂടി നിന്ന് യേശുവിനെ കുത്തി, യേശുവിനെ മുറിവേൽപ്പിച്ചു, യേശുവിനെ കൊന്നു എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ആ കൂട്ടത്തിനകത്ത് ഒരുവൻ രൂപാന്തരപ്പെടണമെന്ന് സ്വർഗം ഇച്ഛിച്ചതുകൊണ്ട് അവന്റെ വിലാപ്പുറത്ത് നിന്ന് തെറിച്ചു വീണ പച്ചവെള്ളത്തിലും രക്തം കലർന്ന പച്ചവെള്ളം അവന്റെ കണ്ണിന് കാഴ്ച കൊടുത്തതുപോലെ, പ്രിയപ്പെട്ട സുഹൃത്തെ, വന്നിരിക്കുന്ന സ്ഥലം ഒരു ശ്മശാനമല്ല, വന്നിരിക്കുന്ന സ്ഥലം ശവപ്പറമ്പുമല്ല, വന്നിരിക്കുന്ന സ്ഥലം നിർജീവാവസ്ഥയിൽ കിടക്കുന്ന ചിലതിന് ജീവൻ പ്രാപിക്കുന്ന സ്ഥലമാണ്. പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന നാമം ഒരു മരിച്ചടക്കപ്പെട്ടു പോയ ഒരു വ്യക്തിയുടെ നാമം മാത്രമല്ല, അവൻ മരിച്ചടക്കപ്പെട്ട് കല്ലറകളെ ഭേദിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റവന്റെ നാമമാണ്. ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ദൈവം ജീവൻ അറ്റുപോയ ദൈവമല്ല, ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന രക്ഷകൻ ജീവദാതാവാണ്. ഇന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരുവൻ കുത്താൻ തയ്യാറായപ്പോൾ രക്തം അവന് കാഴ്ച കൊടുത്തു, ഒരുവൻ തൊടാൻ തയ്യാറായപ്പോൾ ശക്തി അവൾക്ക് ജീവിതം കൊടുത്തു. ഇന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒത്തിരി പേർ നിന്നെ കുത്തുന്നുണ്ടായിരിക്കും, പക്ഷെ അരുമനാഥനെ നീ ഒന്ന് തൊടാൻ തയ്യാറാകുക. ഒത്തിരി പേർ നിന്നെ വേദനിപ്പിക്കുന്നുണ്ടായിരിക്കും, അരുമനാഥനെ തൊടാൻ നീ തയ്യാറാകുക. ഒത്തിരി പേർ നിന്നെ നിർബന്ധിക്കുന്നുണ്ടായിരിക്കും, അരുമനാഥനെ തൊടാൻ നീ തയ്യാറാകുക. നിന്റെ മേൽ പ്രവചനാതീതമായ ഒരു ദൈവശക്തി ഇന്ന് വ്യാപരിക്കാൻ പോകുന്നു. പ്രവചനാതീതമായ ഒരു കാഴ്ച നിന്റെ ജീവിതത്തിന് വരാൻ പോകുന്നു. ഇന്ന് വരെ നീ യേശുവിനെ കുറിച്ച് മനസ്സിലാക്കിയതല്ല, ഇതുവരെ നീ അനുഭവിച്ചറിഞ്ഞതുമല്ല, ഇതുവരെ നിങ്ങൾ ധരിച്ചു വെച്ചിരുന്നതുമല്ല. റോമൻ പടയാളികൾ യേശുവിനെ കുറിച്ച് ധരിച്ചു വെച്ച സകല കാഴ്ചപ്പാടുകളെയും യേശുവിന്റെ രക്തം തുടച്ചു നീക്കിക്കൊണ്ട് അതിൽ ഒരുവന് കാഴ്ച കൊടുത്ത് അവനെ സാക്ഷിയാക്കി മാറ്റിയതുപോലെ ഉടരമത ശംധുനെ, നിന്റെ വീടിനകത്ത് എത്ര പേർ നീ വിശ്വസിക്കുന്ന അരുമനാഥന് എതിരായി നിന്നാലും അവന്റെ ഒരു തുള്ളി രക്തം കലർന്ന വെള്ളത്തിന് വീട്ടിലുള്ള പലർക്കും കാഴ്ച കൊടുക്കാൻ കഴിയും. പ്രിയപ്പെട്ട സുഹൃത്തേ, ഇന്ന് നിങ്ങൾ ഹൃദയത്തിൽ ഏറ്റെടുത്തിരിക്കുന്ന യേശുവിനെ പലരും വീട്ടിൽ ക്രൂശിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ നീ പ്രാർത്ഥിക്കുക. യേശുവിന്റെ രക്തത്തിന് ചില അന്ധന്മാരുടെ കണ്ണിന് ഇന്നും കാഴ്ച കൊടുക്കാൻ കഴിയും. യേശുവിന്റെ ക്രൂശിൽ വ്യാപരിക്കുന്ന ദൈവശക്തിക്ക് ഇന്നും പലരെയും ആ രക്ഷയിലേക്ക് വലിച്ചടിപ്പിക്കാൻ കഴിയും. പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് കണ്ടവർക്കറിയാം, ആ പടയാളി ഉടനെ കുന്തം താഴെയിട്ട് മുട്ടിന്മേൽ നിന്ന് ഹല്ലേലൂയ അവൻ രക്ഷകനാണെന്ന് പേടിച്ചുപോയ മനുഷ്യൻ, അയ്യോ ഞാൻ ആരെയാ കുത്തിയത്? സുഹൃത്തേ, ഞാൻ ആത്മാവിൽ ആരോടൊക്കെയോ ഇതൊരു ആലോചന പോലെ പറയുകയാണ്. പലരും ഭയപ്പെടുന്ന നിലകളിൽ യേശു ജീവനുള്ളവനെന്ന് നിന്റെ വീടിനകത്ത് തെളിഞ്ഞു വരും. നീ നിലവിളിക്കുന്ന, നീ ഉപവസിക്കുന്ന, പ്രാർത്ഥിക്കുന്ന നിന്റെ രക്ഷകൻ ആരെന്ന് ചിലർ ഭയപ്പെട്ട് തിരിച്ചറിയാൻ ഇടവരും. അന്ധനായതുകൊണ്ട് കുത്തിയപ്പോ പേടിയില്ലായിരുന്നു, പക്ഷെ കാഴ്ച പ്രാപിച്ചപ്പോ പേടിച്ചുപോയി എന്നതുപോലെ ഇന്നും നിങ്ങൾ വിളിക്കുന്ന ദൈവം, നിങ്ങൾ തിരിച്ചറിയുന്ന കർത്താവിന് ജീവനുണ്ടെന്ന് ചില വ്യക്തികൾ തിരിച്ചറിയാൻ പോകുന്നു. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു എന്ന് തിരുവെഴുത്ത് പറയുമ്പോൾ, ക്രൂശിന്റെ ഇടർച്ച എന്താണെന്നുള്ളത് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. ഗലാത്യർ 5:11. ഞാനോ സഹോദരന്മാരെ,
ഇപ്പോഴും പരിച്ഛേദന പ്രസംഗിക്കുന്നു എന്ന് വരികിൽ ഇനിയും ഉപദ്രവം സഹിക്കുന്നതെന്ത്? അങ്ങനെയെങ്കിൽ ക്രൂശിന്റെ ഇടർച്ച നീങ്ങിപ്പോയല്ലോ. കർത്താവിനെ അറിയുന്ന എല്ലാ ദൈവമക്കൾക്കും, അനുഗമിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും അന്നത്തെ കാലത്തും പിൽക്കാലത്തും പല തരത്തിലുള്ള ഉപദ്രവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ തന്നെ തിരുവെഴുത്ത് വായിച്ചാൽ നിങ്ങൾക്കറിയാൻ കഴിയും, അത്ഭുതമല്ലേ, അത്ഭുതമല്ലേ, ക്രൂശിന്റെ ഇടർച്ചയെ പ്രതി, ക്രൂശിനെ ചൊല്ലി ഇടർച്ചയ്ക്ക് ഹേതു വയ്ക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്ന പരീശന്മാരുടെയും സൻഹിദ്ര സംഘത്തിന്റെയും ഒരു കൂട്ട യഹൂദന്മാരുടെയും എല്ലാം ഉപദ്രവത്തിന്റെ നടുവിൽ ആത്മാവിന്റെ ശക്തിയോടെയല്ലേ ഓരോന്നും അവർ തരണം ചെയ്തുകൊണ്ടിരുന്നത്, ഓരോ പ്രതിസന്ധി തരണം ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നും ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് തരണം ചെയ്യാനുള്ള ദൈവശക്തി ക്രൂശിൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞു. നിങ്ങൾക്ക് തരണം ചെയ്യാൻ, നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ, നിങ്ങൾക്ക് സൗഖ്യമാകാൻ, നിങ്ങൾക്ക് രക്ഷ നേടാൻ, നിങ്ങൾക്ക് അധികാരത്തോടെ ജീവിക്കാൻ ഉള്ള ശക്തി 6000 വർഷങ്ങൾക്ക് മുൻപേ, എല്ലാരും പറയും 2000 വർഷം, നെവർ, 2000 ഒക്കെ കഴിഞ്ഞു. 6000 വർഷങ്ങൾക്ക് മുൻപേ ക്രൂശിൽ നിന്ന് ആ ശക്തി പുറപ്പെട്ടു കഴിഞ്ഞു. ക്രൂശിന് അർത്ഥം ഉണ്ടായതോടെ നിന്റെ ജീവിതത്തിന് അർത്ഥം ഉണ്ടായി. ആ ക്രൂശിലുണ്ട് എൻ്റെ പാപം, ആ ക്രൂശിലുണ്ട് എൻ്റെ ക്രൂരകൃത്യം, ആ ക്രൂശിലുണ്ട് എൻ്റെ അവിശ്വാസം. അതിനെല്ലാം വിരാമമിട്ട് ഒരു പുതുജീവൻ യേശുവിൽ നിന്ന് പകർന്നു തന്നിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഇന്ന് പ്രത്യാശയ്ക്ക് വകയുണ്ട് എന്ന് തിരുവെഴുത്ത് പറയുന്നു. ക്രൂശിൽ എനിക്ക് പ്രശംസിക്കാൻ വകയുണ്ട്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം, എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ അല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഈ വചനം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ജീവിക്കുന്നു എന്ന് അവകാശപ്പെടുമ്പോൾ മരിച്ചവനായിരിക്കണം. ഒരു ആമേൻ പറയാൻ പറ്റുമോ? ഞാൻ ക്രിസ്തുവിൽ ജീവിക്കുന്നു, ഞാൻ ക്രിസ്തുവിൽ നടക്കുന്നു, ഞാൻ ക്രിസ്തുവിലായിരിക്കുന്നു എന്നൊക്കെ നാം ഊറ്റം കൊണ്ട് പറയുമ്പോൾ നാം മരിച്ചവരായിരിക്കണം. പൗലോസ് പറയുന്നത് അങ്ങനെയാണ്. ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടെ, നിങ്ങൾ ഈ ജഡമെന്ന് പറയുമ്പോൾ നിങ്ങൾ കേവലം സിൻഫുൾ ലൈഫ് മാത്രം അതിനെ കാണരുത്. സിൻ മാത്രമല്ല പാപം എന്നുള്ളത്, അല്ലെങ്കിൽ പാപം മാത്രമല്ല, പാപം അശുദ്ധി മാത്രമല്ല പാപത്തിന്റെ കാറ്റഗറി പെടുത്തിയേക്കുന്നത്. വചനത്തിനകത്ത് ഒത്തിരി കാര്യങ്ങൾ പാപത്തിന്റെ ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ക്രൂശിച്ചു എന്ന് പറയുമ്പോൾ അത് പിന്നെ അതിനകത്ത് നിന്ന് ഇറങ്ങി വരാത്ത ഒന്നായിരിക്കണം. കഴിഞ്ഞ ദിവസങ്ങളിലായി ഞാൻ ഒത്തിരിയും കേസുകൾ ഹാൻഡിൽ ചെയ്യുന്നത് ഭയസംബന്ധമായി, ആകുലത സംബന്ധമായി. ഈ ഭയം, ആകുലത, നിരാശ, ഇതെല്ലാം അവർ നോക്കുമ്പോൾ അവർ വിശ്വസിക്കുന്നു, ദൈവത്തിലായിരിക്കുന്നു, അവർ പ്രാർത്ഥിക്കുന്നു, അവർ ഫാസ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു നീക്കുപോക്ക് വരാതിരിക്കുമ്പോൾ നിങ്ങൾ അറിയാത്തൊരു വലിയ സത്യം ഇതാണ്: ഇതെല്ലാം അവിശ്വാസത്തിൽ നിന്ന് ഉളവാകുന്ന ബൈ പ്രോഡക്റ്റുകളാണ്. അവിശ്വാസം എന്നത് തന്നെയാണ് ഇതിന്റെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത്. നമ്മുടെ ധാരണയിൽ നാം യേശുവിനെ വിശ്വസിക്കുന്നു. യേശുവിനെ വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന ഭയത്തിനും ആകുലതയ്ക്കും ഒന്നും പിന്നെ അവിടെ വാലിഡിറ്റി ഇല്ല. നമ്മൾ ആ സത്യം തിരിച്ചറിയുക. നിങ്ങൾ ഇത്രയും ചിന്തിച്ചാൽ മതി, ഇത്രയും മാത്രം നിങ്ങൾ ഓർത്താൽ മതി. ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന വാക്ക് പറയാൻ ശിഷ്യന്മാർക്ക് അവകാശമില്ലായിരുന്നു. ശിഷ്യന്മാർ യേശുവിന്റെ അനുയായികളാണ്. ദൈവമക്കളെ, എത്രത്തോളം എത്ര 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 ഇൻസിഡൻസ് അവർക്കുണ്ടായിരുന്നു അവരുടെ ജീവിതത്തിൽ. യേശു അവരെ പുറന്തള്ളാനുള്ള എത്ര 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 ഇൻസിഡൻസ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ യേശു അവരെ പുറന്തള്ളാതെ അവരെ വീണ്ടും മോഡിഫൈ ചെയ്ത് അവരെ കൂടെ കൊണ്ട് നടന്നതിൻ്റെ പിന്നിൽ അവരോടുള്ള അഗാധമായ ഒരു സ്നേഹം യേശുവിനുണ്ടായിരുന്നു. ആശയത്തിലേക്ക് പൂർണ്ണമായി പോകുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം വെളിപ്പെടുത്തട്ടെ. ആ സ്നേഹം ഇന്നും യേശുവിന് നിങ്ങളോടുണ്ട്. ആ സ്നേഹം ഇന്ന് യേശുവിന് നിങ്ങളോടുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് ക്രൂശ്. ഒരു പരിധിക്കപ്പുറം ഒരു സുഹൃത്തും കൈവിട്ട് കളിക്കത്തില്ല, ആരും കൈവിട്ട് കളിക്കത്തില്ല. പക്ഷെ യേശു തൻ്റെ പ്രാണനോളം
നിങ്ങളെ സ്നേഹിച്ചു, എന്നെ സ്നേഹിച്ചു. ഇതിലും വലിയൊരു തെളിവ് കൂട്ടുകാരന് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നതിനേക്കാൾ വലിയൊരു സ്നേഹം ഇല്ല എന്ന് യേശു തന്നെയാണ് പറഞ്ഞത്. ആ സത്യം നിങ്ങൾ ഇപ്പോൾ അറിയുക. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. മുമ്പോട്ട് പോകാം. ശിഷ്യന്മാർ യേശുവിന്റെ അണ്ടറിലായിരുന്നുവെങ്കിലും എന്തുമാത്രം കാര്യങ്ങളിൽ കർത്താവിന്റെ ശിഷ്യന്മാർ പരാജയപ്പെട്ടു. നിങ്ങൾ ഓർത്തു നോക്കി, എത്ര 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 കാര്യങ്ങളിൽ ശിഷ്യന്മാർ പരാജയപ്പെട്ടു. എന്തുകൊണ്ടാണ്? അവരുടെ ഗുരു നല്ലതല്ലാത്തതുകൊണ്ടാണോ? അവരുടെ ലൈഫ് കൊള്ളാത്തതുകൊണ്ടാണോ? മറ്റെന്താ കാര്യം? അവരുടെ അവിശ്വാസം ഹേതുവായി. ഇത് തന്നെ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ നടന്നത് തന്നെ സാധാരണക്കാരായിട്ടുള്ള ഗലീലയിലെ പുരുഷന്മാരുടെ ഇടയിലും മനുഷ്യരുടെ ഇടയിലും യെരിഹോവിലെ ജനത്തിന്റെ ഇടയിലും എല്ലാം നടന്നു. പല ദേശങ്ങളിൽ നടന്നു. അവരുടെ അവിശ്വാസം ഹേതുവായി. ചിലർ അവിശ്വാസം ഹേതുവായി വിശ്വസിക്കാതെ നിൽക്കുമ്പോൾ മറ്റു ചിലർ അവിശ്വാസം ഹേതുവായി ഭയപ്പെടുന്നു. വേറെ ചിലർ അവിശ്വാസം ഹേതുവായി അവർ മാനസിക നില തെറ്റിയതുപോലെ അവർ പലതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളൊരു സത്യം മനസ്സിലാക്കുക, പ്രാർത്ഥന എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടുള്ളൊരു സബ്മിഷൻ കൂടെയാണ്. അതൊരു കോൺവെർസേഷൻ ടൈമാണ്. നിങ്ങളോട് വളരെ കാര്യമായി സംസാരിക്കാൻ വന്നിരിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ കണ്ണുകളിൽ നോക്കി സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നത് നിങ്ങൾ അദ്ദേഹത്തിന്റെ കണ്ണിനെ ഫോക്കസ് ചെയ്യുകയും നിങ്ങളുടെ ശ്രദ്ധ മറ്റെങ്ങോട്ടും തിരിയുന്നില്ലെന്നും നിങ്ങൾ അദ്ദേഹത്തെ ലിസൺ ചെയ്യുന്നുണ്ട് എന്നുള്ളതുമാകുന്ന ആ ബോഡി ലാംഗ്വേജിലൂടെയാണ്. എന്നാൽ പ്രാർത്ഥിക്കുന്ന നമ്മെ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മനസ്സിലാകും, നമ്മൾ എത്രയോ സന്ദർഭങ്ങളിൽ പ്രാർത്ഥിക്കുന്നു എന്ന് അവകാശപ്പെടുകയും മനസ്സ് സംബന്ധമായി പല സ്ഥലങ്ങളിൽ സഞ്ചരിക്കുകയും ഓർമ്മ സംബന്ധമായി പലയിടങ്ങളിൽ പോകുകയും വല്ലാത്ത ഒരവസ്ഥയിലിരുന്ന് പ്രാർത്ഥിച്ച് ആമേൻ പറയേണ്ടി വരുന്ന എത്രയോ ഘട്ടങ്ങളിലൂടെ നമ്മളൊക്കെ കടന്നുപോയിട്ടുണ്ട്. ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചില്ല എന്ന് നമുക്ക് ഒരു കോടതിയിലും പെറ്റീഷൻ ഫയൽ ചെയ്യാൻ, കേസ് ഫയൽ ചെയ്യാൻ പറ്റത്തില്ല. ഇത് തന്നെയാണ് ശിഷ്യന്മാരുടെ ജീവിതത്തിലും എല്ലാം സംഭവിച്ചത്. യേശുവിനെ കംപ്ലീറ്റ്ലി റിസീവ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല. യേശുവിനെ കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല. യേശുവിനെ കംപ്ലീറ്റ്ലി അവർക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. യേശുവിൻ്റെ വചനങ്ങളെ കംപ്ലീറ്റ്ലി മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. നിങ്ങളുടെ ഉള്ളിലെ ഭയം നിങ്ങളുടെ അവിശ്വാസത്തെ പ്രതിയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തിന്റെ ആരോഗ്യക്കുറവ് കൊണ്ടാണ്. ഒരു വ്യക്തി രോഗിയാകുന്നത് അവന്റെ ശരീര സംബന്ധമായി മാത്രമല്ല, അവന് വിശ്വാസം വേണ്ടത്ര വർക്ക് ചെയ്തില്ലെങ്കിലും അവൻ വിശ്വാസ സംബന്ധമായ ഒരു രോഗിയാണ്. ഹല്ലേലൂയ. അതാ പൗലോസ് പറഞ്ഞത്, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്കാണേ വേണ്ട, അത് വേണ്ട. പക്ഷേ ഞാനും നിങ്ങളും നശിക്കരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. കൊടികെട്ടിയവൻ വന്ന് നീ നശിച്ചു പോകണമെന്ന് പറഞ്ഞ് നീ എന്തൊക്കെ ചെയ്താലും ക്രൂശിൽ നിന്നൊരു സ്വരം നീ നശിച്ചു പോകരുതെന്ന് പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആത്മാവാരോടൊക്കെയോ പ്രവചിക്കുന്നു, നീ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നിരിക്കും. നീ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നിരിക്കും. ഒരു സ്വരവും പുറപ്പെട്ടില്ലെങ്കിലും വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ക്രൂശിൽ നിന്നൊരു ശബ്ദം പുറപ്പെടുന്നു. ഇന്ന് ക്രൂശിൽ നിന്നൊരു ശബ്ദം പുറപ്പെടുന്നു. അതാ പൗലോസ് പറയുന്നത്, അതാ പൗലോസ് പറഞ്ഞത്. ആമേൻ. 6:14 എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിക്കാൻ ഇടവരരുത്. അപ്പൊ ക്രൂശിൽ പ്രസംഗിക്കുന്നവൻ അർത്ഥമുണ്ടോ? അവനൊരു പ്രശംസിക്കണമെങ്കിൽ ഒരു വിജയം വേണ്ടേ സഹോദര? ഏതാ ജീവിതം മുഴുവൻ ഒരു പരാജയമാണ് എന്ന് ജീവിതം തന്നെ നമ്മളോട് സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലായിരിക്കാം നിങ്ങൾ ഈ തിരുവെഴുത്ത് കേൾക്കുന്നേ. എന്റെ ചോദ്യം ഇതാണ്, പ്രശംസിക്കാൻ വക വേണ്ടേ സഹോദര? പ്രശംസിക്കാൻ, ഊറ്റം കൊള്ളാൻ, അഭിമാനിക്കാൻ ഒരു വക വേണ്ടേ പൗലോസേ? താങ്കൾ പ്രശംസിക്കും എന്ന് പറയുമ്പോ, എന്നാൽ പ്രഥമ ദൃഷ്ടിയാൽ നോക്കുമ്പോ ഇദ്ദേഹത്തെ അംഗീകരിക്കുന്നവർ കുറവ്. സമൂഹത്തിൽ ഉന്നത സ്ഥാനീയർ ഇദ്ദേഹത്തെ അംഗീകരിക്കുന്നില്ല. ഇദ്ദേഹത്തിന്റെ ഉപദേശത്തെ ആക്ഷേപിക്കുന്നു, ഇദ്ദേഹത്തിന്റെ ദൈവത്തെ പരിഹസിക്കുന്നു. പക്ഷെ ഇവിടെ പൗലോസ് പറയുന്നു, ഞാൻ പ്രശംസിക്കും, ഞാൻ പ്രശംസിക്കും. ആർക്കൊക്കെ ശബ്ദവും ശക്തിയും ഉണ്ട് ഈ വാക്കൊന്ന് പറയും, ഞാൻ പ്രശംസിക്കും. കാരണം ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഞാൻ പ്രശംസിക്കും. എന്റെ പ്രശംസയ്ക്ക് ഇപ്പൊ ഭംഗം വന്നിട്ടുണ്ടാകാം, എന്റെ ഉയർച്ചയ്ക്ക് ഇപ്പൊ തടസ്സം വന്നിട്ടുണ്ടാകാം, എന്റെ നന്മയ്ക്ക് ഇപ്പൊ വീക്ഷണം വന്നിട്ടുണ്ടാകാം.
എന്റെ അവസരങ്ങൾ ഇപ്പോൾ തടയപ്പെട്ടിട്ടുണ്ടായിരിക്കാം, പക്ഷേ ഞാൻ പ്രശംസിക്കും. കാരണം എനിക്ക് പ്രശംസിക്കാൻ ഒരു ക്രൂശുണ്ട്. എനിക്ക് ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. എനിക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. സഹോദര, ഈ ലോകത്തിനകത്ത് ഈ പറയുന്ന ഭയമുണ്ട്, ഈ പറയുന്ന നിരാശയുണ്ട്, ഈ പറയുന്ന ആകുലതയുണ്ട്, ഈ പറയുന്ന ദുർസംശയമുണ്ട്, ഈ പറയുന്ന പാപമുണ്ട്, ഈ പറയുന്ന ദുഷ്കാമമുണ്ട്, ഈ പറയുന്ന സകല 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 നിങ്ങൾക്ക് ക്രൂശിനോട് അടുക്കാൻ കഴിയാത്ത പോലെ നിങ്ങളെ വരിഞ്ഞു മുറുകുന്ന സകലതും ഈ ലോകം എന്ന വാക്കിനകത്തുണ്ട്. നിനക്ക് യേശുവിന്റെ ക്രൂശിനോട് അടുക്കാൻ പറ്റുന്നുണ്ടോ? നിനക്ക് ഈ ക്രൂശിൽ പ്രശംസിക്കാൻ പറ്റുന്നുണ്ടോ? നീ ആത്മീയ ജീവിതം അടുക്കാതെ മുൻപോട്ട് പോകാൻ പറ്റുന്നുണ്ടോ? വീഴ്ചയില്ലാത്ത, തളർച്ചയില്ലാത്ത, മടുപ്പില്ലാത്ത ഒരു ആത്മീയ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നീ രക്ഷിക്കപ്പെട്ട കൂട്ടത്തില. അല്ലാത്തവർ ഈ സെക്കൻഡിൽ മനസ്സ് തിരിയുക, മനസ്സ് പുതുക്കുക, രൂപാന്തരം പ്രാപിക്കുക. ഇനി ക്രൂശിന്റെ ശക്തിയെക്കുറിച്ച് എഫേസ്യർക്ക് എഴുതിയ ലേഖനം പറയുന്നു. അതിന്റെ 2-ാമത്തെ അധ്യായം, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 16-ാമത്തെ തിരുവെഴുത്തിൽ പറയുന്നു, ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ. അത് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ 13 മുതൽ വായിക്കണം. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തു യേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ചിലരെ കർത്താവ് യേശുവിലോട്ട് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയവും വചനവുമാണിത്. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ, വാക്ക് ശ്രദ്ധിക്കണം പ്രിയപ്പെട്ട സഹോദര സഹോദരി. നിങ്ങൾ അഭിഷേകം പ്രാപിക്കുന്നതിന് തൊട്ടു മുമ്പേ ഉള്ള നിങ്ങളുടെ ജീവിതം, നാമും കർത്താവുമായിട്ടുള്ള ബന്ധം, നമ്മൾ ദൈവത്തോട് നിന്ന ഒരു രീതി, ദൈവത്തെ അപ്രോച്ച് ചെയ്ത രീതി, ദൈവവചനത്തെ അപ്രോച്ച് ചെയ്ത രീതി അത്ര വ്യത്യസ്തമാണ്. പൗലോസ് പറഞ്ഞത് സത്യമല്ലേ? നമ്മൾ ദൂരസ്ഥരായിരുന്ന സ്ഥാനത്തുനിന്ന് ഇപ്പോൾ സമീപസ്ഥരായി തീർന്നത്. ഒന്നുകൂടെ വിശദമായി പറഞ്ഞാൽ, എവിടെയൊക്കെയോ വേർപെട്ടുപോയ സ്ഥാനത്ത് നിന്ന് രക്തത്താൽ നമ്മെ ഒട്ടിച്ച് ചേർത്തത്, എവിടെയൊക്കെയോ ചിതറിപ്പോയ സ്ഥാനത്ത് നിന്ന് ദൈവം ഇതിനകത്തിരിക്കുന്ന പലരെയും രക്തത്താൽ കൂട്ടിച്ചേർത്തത്. ഇന്ന് ഞാൻ ഇത് പറയുമ്പോൾ രക്തത്തിന്റെ ശക്തി പലരുടെയും ജീവിതത്തിനകത്ത് സംസാരിച്ചു തുടങ്ങുന്നുണ്ട്. രക്തത്തിന്റെ ശക്തി ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. ഞാനൊരു ദൂത് പറയാം. ദൂരസ്ഥരായിരുന്ന നമ്മെ യേശുവിന്റെ തേജസ്സിനോട് അടുപ്പിക്കാൻ, ദൂരസ്ഥരായിരുന്ന നമ്മെ യേശുവിന്റെ ക്രൂശിന്റെ വചനത്തോട് അടുപ്പിക്കാൻ, ദൂരസ്ഥരായി ചിതറിക്കിടന്ന നമ്മെ യേശുവിന്റെ ശക്തിയുടെ അരികിലേക്ക് അടുപ്പിക്കാൻ ഒരു പ്രസംഗം വേണ്ടായിരുന്നു, ഒരു മീഡിയേറ്റർ വേണ്ടായിരുന്നു, ഒരു പാസ്റ്റർ വേണ്ടായിരുന്നു, ഒരു കഥാപുസ്തകം വേണ്ടായിരുന്നു. അവന്റെ രക്തം അതിന് പര്യാപ്തമായിരുന്നെങ്കിൽ, ചിതറിക്കിടന്നതിനെ ഒട്ടിക്കാൻ അവന്റെ രക്തത്തിന് ശക്തി ഉണ്ടായിരുന്നെങ്കിൽ, അകന്നു കിടന്നതിനെയൊക്കെ ശേഖരിക്കാൻ അവന്റെ രക്തത്തിന് കാഴ്ചയുണ്ടായിരുന്നെങ്കിൽ, ദൂരസ്ഥരായിരുന്ന എന്നെ കേൾക്കുമാറ് വിളിച്ചടുപ്പിക്കാൻ അവന്റെ രക്തത്തിന് പവർ ഉണ്ടായിരുന്നെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന ഈ ശബ്ദത്തിന്, ഈ രക്തത്തിന് ഇതുപോലെ ദൂരത്ത് കിടക്കുന്ന ചിലതിനെ യേശുവിലോട്ട് വലിച്ചടിപ്പിക്കാനുള്ള ശക്തി ഇന്നും ക്ഷയിച്ചു പോയിട്ടില്ല. കമോൺ. ശത്രു ചിതറിപ്പിച്ച ചിലത്, ശത്രു വലിച്ചകറ്റിയ ചിലത്, പൈശാചികൻ അടർത്തി മാറ്റിയ ചിലത്, പൈശാചികൻ കവർന്നെടുത്ത ചിലത് ഈ രക്തത്തിന്റെ ശക്തിയിൽ മടങ്ങി വരട്ടെ. നിന്റെ ശരീരത്തിൽ നിന്നും സൗഖ്യത്തെ വലിച്ചകറ്റി നിർത്തിയിരിക്കുന്നെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വാഗ്ദത്തങ്ങളെ അടർത്തി മാറ്റി നിർത്തിയിരിക്കുന്നെങ്കിൽ, ക്രിസ്തുവിനെയും നിങ്ങളെയും തമ്മിൽ ഒരുമിച്ച് നിൽക്കാൻ അനുവദിക്കാതെ അത് പാപം കൊണ്ടോ
മനോവ്യസനം കൊണ്ടോ അവിശ്വാസം കൊണ്ടോ ഇപ്പോഴും ക്രൂശിൽ നിന്ന് വിദൂരത്തിൽ, സുഹൃത്തെ, ക്രൂശിൽ നിന്ന് വിദൂരത്തിൽ അഭിഷേകം പ്രാപിച്ച നിങ്ങളെ അകറ്റി നിർത്തിയിരിക്കുന്നെങ്കിൽ ഇതാ സംസാരിക്കുന്ന ഒരു രക്തം, ആബേലിനേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന ഒരു രക്തം പലരെയും ലോകവ്യാപകമായി വിശ്വസിക്കുന്ന, ഈ സ്വരം കേൾക്കുന്ന പലരെയും ഇപ്പോൾ ആ രക്തത്തിന്റെ ശക്തി സ്പർശിക്കുകയാണ്. Oh my Father, in the name of Jesus, ആ രക്തം പ്രവർത്തിച്ചു തുടങ്ങട്ടെ. ഇപ്പോൾ പൈശാചിക ശക്തികൾ അടങ്കൽ പിടിച്ചിരിക്കുന്ന ചില വ്യക്തികളെ യേശുവിന്റെ രക്തം സ്വതന്ത്രമാക്കുന്നു. നിനക്ക് ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു വരാൻ കഴിയത്തില്ലെന്ന് വെല്ലുവിളിക്കുന്ന പലതും യേശുവിന്റെ രക്തം. Oh my God, Spirit of God. ആമേൻ. ആരാധിക്കാൻ കൃപയുള്ളവർ ആരാധിച്ചു തുടങ്ങ്. ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കർത്താവ് കൃപ തന്നിട്ടുള്ളവർ അനുഭവിച്ചു തുടങ്ങ്. അന്യഭാഷ പറയാൻ കൃപ തന്നിട്ടുള്ളവർ പറഞ്ഞു തുടങ്ങ്. ഡെലിവറൻസ് സ്വീകരിക്കാൻ ആത്മാവ് നിയോഗിക്കുന്നവർ സ്വീകരിച്ചു തുടങ്ങ്. വിദൂരത്തിൽ കിടക്കുന്ന എന്തും രക്തത്തിന് വലിച്ചടിപ്പിക്കാൻ കഴിയും. നിന്നിൽ നിന്ന് അന്യം നിൽക്കുന്ന എന്തും നിന്റേതാണെങ്കിൽ അത് നിന്നിലേക്ക് യേശുവിന്റെ രക്തത്തിന് വലിച്ചടിപ്പിക്കാൻ കഴിയും. നിന്നിലേക്ക് വരാനുള്ളതും ചേർന്നിരിക്കേണ്ടതുമാണ് എങ്കിൽ അത് ശത്രു അകറ്റി പിടിച്ചിരിക്കുകയാണെങ്കിൽ യേശുവിന്റെ രക്തത്തിന് അത് വലിച്ചടിപ്പിക്കാൻ. കമോൺ, ഈ വിശ്വാസം പോരാ എന്ന്, ഈ പ്രാർത്ഥന പോരാ എന്ന്, ഈ അഭിഷേകം പോരാ എന്ന്, ഈ വളർച്ച പോരാ എന്ന്, ഈ ആത്മീയ ചൈതന്യം പോരാ എന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യേശുവിന്റെ രക്തം ഇന്ന് നിന്നെ അതിനെ സഹായിക്കുന്നു. ക്രൂശിന്റെ ശക്തി വ്യാപിക്ക. ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പൈശാചിക ശക്തികൾ ഇളകി മാറുകയാണ്. ഞാൻ യേശുവിന്റെ രക്തത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇരുട്ടിന്റെ ശക്തികൾ പൊളിയുന്നു. ഞാൻ യേശുവിന്റെ രക്തത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിന്നെയും നിന്റെ ദൈവത്തെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന സകല മതിലും ഈ ശക്തിയിൽ ഇടിയുന്നു. ഫയർ. ആത്മാവിനോട് പറയുന്നു, പല സോൾട്ട് പൈസും ഈ സെക്കൻഡിൽ പൊട്ടുന്നു. ഓ, യേശുവിനോട് അടുക്കാൻ കഴിയാത്ത പോലെ നിങ്ങളെ ആടിമത്തത്തിനാക്കി വെച്ചിരിക്കുന്ന സോൾട്ട് പൈസ് പോട്ടെ യേശുവിന്റെ രക്തത്തിൻ ശക്തിയിൽ. Spirit of God, healing, യേശുവിന്റെ ആത്മാവിനോട് പറയുന്നത് ഇതൊരു ഹീലിംഗ് ടൈം. എനിക്കറിയത്തില്ല, കഴിഞ്ഞ ചില ദിവസങ്ങളിലായി കർത്താവിന്റെ ഹീലിംഗിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഞാൻ അറിയുന്നുണ്ട്. ഹീലിംഗ് ടൈമാണ്. പരിശുദ്ധാത്മാ പറയുന്നത് ഹീലിംഗ് ടൈമാണ്. ഇതിനകത്ത് വിറ്റ്നസ് ഉണ്ടാകും. This is the time of healing. Receive your healing right now. സ്വീകരിക്കുക യേശുവിന്റെ രക്തം. വിശ്വസിക്കുന്ന നിന്റെ കണ്ണിൽ വീഴുന്നു, വിശ്വസിക്കുന്ന നിന്റെ ശിരസിൽ വീഴുന്നു, വിശ്വസിക്കുന്ന നിന്റെ അവയവങ്ങളിൽ, വിശ്വസിക്കുന്ന കൈകാലുകളിൽ, വിശ്വസിക്കുന്ന മനസ്സിൽ, വിശ്വസിക്കുന്ന മുറിവുകളിൽ, വിശ്വസിക്കുന്നവന്റെ ശരീരത്തിൽ, വിശ്വസിക്കുന്നവന്റെ മൺകൂടീരത്തിൽ ദൈവത്തിന്റെ രക്തം, യേശുവിന്റെ രക്തം. കുഞ്ഞെ പോറലേൽപ്പിച്ച, കുത്തിമുറിവേൽപ്പിച്ച പടയാളിയുടെ കണ്ണിന് കാഴ്ച കൊടുത്ത ദൈവമാ, രക്ഷകനാ. ആമേൻ. യേശുവിനെ അറിയാതെ കുത്തിയവനെ കാഴ്ച ലഭിച്ചെങ്കിൽ യേശുവിനെ അറിഞ്ഞു തൊടുന്ന നിനക്ക് എത്ര അധികം. ക്രൂശിന്റെ ശക്തി ചലിക്കുന്നു, ക്രൂശിന്റെ ശക്തി വ്യാപരിക്കുന്നു. പവർ 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 പവർ. അത് പ്രാപിക്കാൻ കൃപയുള്ള എല്ലാവരും സ്വീകരിക്കുക. ഹീലിംഗ്സ്. യേശുവിന്റെ രക്തത്തെക്കുറിച്ച് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. അവൻ മുഖാന്തരവും അവന്റെ രക്തം മുഖാന്തരവും ഭൂമിയിലുള്ള എനിക്കും നിങ്ങൾക്കും യേശു ചെയ്ത ഏറ്റവും വലിയ ഒരു പ്രവൃത്തിയാണ് സമാധാനം എന്നത്. ഇന്ന് ജീവിതത്തിൽ സമാധാനമില്ലാത്ത നിങ്ങളോട് ദൈവാത്മാവ് പറയുന്നു, അവന്റെ രക്തത്തിനകത്തുണ്ട്
നിന്റെ സമാധാനത്തിനെതിരെ വ്യാപരിക്കുന്നതിനെ തകർക്കാനുള്ള ശക്തി, നിന്റെ സമാധാനം നഷ്ടപ്പെടാനുള്ള കാരണത്തെ തൊടാനുള്ള ശക്തി. സമാധാനം ഉണ്ടാക്കി എന്ന് പറഞ്ഞപ്പോൾ ഇല്ലാതിരുന്നൊരു സാധനം അത് ഉളവാക്കിയതാ, അത് ക്രിയേറ്റ് ചെയ്തതാ, കൊടുത്തിട്ട് ഉളവാക്കിയതാ, വില മുടക്കിയിട്ട് അത് ഉരുവാക്കിയതാ, അത് അഡ്വാൻസ് ആയിട്ട് പേ ചെയ്തിട്ട് ഉളവാക്കിയെടുത്തതാ, ഉണ്ടാക്കി. നിന്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ എവിടെ തൊടണമെന്ന് യേശുവിന്റെ രക്തത്തിനറിയാം. നിന്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ എവിടെ സന്ദർശിക്കണമെന്ന് യേശുവിനറിയാം. സ്തോത്രം. എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റുന്നു ഞാൻ ഈ പറയുന്ന ദൂത്? യേശുവിനറിയാം എവിടെ തൊട്ടാലാ നിനക്ക് സൗഖ്യം, ആരെ തൊട്ടാലാ നിനക്ക് സമാധാനം, എവിടെ രൂപാന്തരം വന്നാലാ നിങ്ങൾക്കൊരു വിടുതൽ. യേശുവിനറിയാം. അവൻ ക്രൂശിൽ ചെരിഞ്ഞ രക്തം കൊണ്ട് എൻ്റെ പാപത്തിന് വേണ്ടിയ വിലയാ യേശുവിൻ്റെ രക്തം മുടക്കിയത്. യേശുവിൻ്റെ രക്തം ചെയ്തത് എൻ്റെ പാപത്തിൻ്റെ വിലയായിട്ട് യേശുവിൻ്റെ രക്തം കൊടുത്തത്. യേശു മുടക്കി എനിക്ക് വാങ്ങി തന്നത് ഇനി ഞാൻ കളഞ്ഞുകൂടാ. ഇനി എൻ്റെ ഹോളിനെസ് ഞാൻ നഷ്ടപ്പെടുത്തിക്കൂടാ. ഇനി എൻ്റെ ആത്മീയ ജീവിതം ഞാൻ വികൃതമാക്കിക്കൂടാ. ഇനി എൻ്റെ പ്രാർത്ഥനാ ജീവിതം ഞാൻ കെട്ടാൻ സാത്താൻ്റെ കൈ കയറ് കൊടുത്തുകൂടാ. ഇനി എൻ്റെ സന്തോഷം, എൻ്റെ നാവ് നശിപ്പിച്ചുകൂടാ. പറയാവോ? അടുത്ത ദിവസങ്ങളിൽ നാവിനെ കുറിച്ചൊക്കെയുള്ള ചെറു സന്ദേശം ഞാൻ നൽകുന്നുണ്ട്. എൻ്റെ സന്തോഷത്തിൻ്റെ കാരണം എൻ്റെ നാവാണ്. എൻ്റെ അസമാധാനത്തിൻ്റെ കാരണവും എൻ്റെ നാവ് തന്നെയാണ്. നാവ് ഒരു ചെറിയ അവയവമെങ്കിലും അത് കാട് കത്തിക്കാൻ തക്കവണ്ണം പോകുന്നതെന്ന് യാക്കോബ് പറയുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തെ, നമ്മുടെ സമാധാനത്തിൻ്റെ ചാരന്മാരായി സാത്താൻ പലപ്പോഴും നമ്മളെ തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സമാധാനം നശിപ്പിച്ച് കളയുന്ന ചാരന്മാരായി സാത്താൻ പലപ്പോഴും നമ്മുടെ അവയവങ്ങളെ തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് തിരിച്ചറിയുക, യേശു ക്രൂശിൽ മുടക്കിയ രക്തം ഇനിയൊന്നും യേശുവിന് മുടക്കാനില്ല, ഇനിയൊന്നും യേശുവിന് പറയാനുമില്ല, ഇനിയൊന്നും യേശുവിന് കൊടുക്കാനുമില്ല. തന്നെ കൊടുത്തത് ഒന്ന് വാങ്ങാനാ, നഷ്ടപ്പെട്ടു പോയ എന്നെയും നിങ്ങളെയൊക്കെ വാങ്ങാനാ. ഇനി എന്നെ കൊടുക്കണമെങ്കിൽ ഞാൻ കൊടുക്കണം. യേശുവിനെ കൊടുക്കേണ്ടത് യേശു കൊടുത്തു. കൊടുക്കേണ്ട വില യേശു കൊടുത്തു, എന്നെ വാങ്ങി. ഇനി എന്നെ വിൽക്കുന്നത് ഞാനാ, എന്നെ നിലനിർത്തുന്നത് ഞാനാ. എന്നെ നിലനിർത്തേണ്ടതിന് ക്രൂശിന്റെ വചനമുണ്ട്, അതിൽ നിന്ന് പുറപ്പെട്ട ശക്തിയുണ്ട്, അഭിഷേകമുണ്ട് ഈ പുതുനിയമ കാലഘട്ടത്തിൽ. ഇനി എന്നെ ഞാൻ എൻ്റെ നാവിലൂടെ വിറ്റുകൂടാ, എൻ്റെ സ്വഭാവത്തിലൂടെ വിറ്റുകൂടാ, എൻ്റെ ദുർചിന്തകളിലൂടെ വിറ്റുകൂടാ, എൻ്റെ അവിശ്വാസത്തിലൂടെ വിറ്റുകൂടാ. മഗ്ദലക്കാരി മറിയയിൽ നിന്ന് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞു, 7 ഭൂതം പുറത്തായി. പിന്നെ എപ്പോഴേലും വചനം പറയുന്നുണ്ടോ അതിൽ 3 ഭൂതം വീണ്ടും അവളുടെ മേൽ കയറിയെന്ന് പറയുന്നുണ്ടോ? ഇല്ല. എന്നാൽ യേശുവിൻ്റെ കൂടെ നിന്ന യൂദായുടെ മേൽ ഭൂതം കയറി എന്ന് വചനം പറഞ്ഞു. ഭൂതം കയറിയത് എങ്ങനെയാ? അവന്റെ മേലുള്ള ദ്രവ്യാഗ്രഹം, അവന്റെ ഉള്ളത്തിലുള്ള ആഗ്രഹം. അവന്റെ ഉള്ളിലുള്ള ആഗ്രഹം, ദ്രവ്യാഗ്രഹം. ഇതിനു വേണ്ടി അവൻ ഒരു ട്രിപ്പ് പോകേണ്ടടുത്ത് പോയി, പറഞ്ഞൊത്തു 30 വെള്ളിക്കാശ് പറഞ്ഞൊത്ത് അവൻ വന്ന് യേശുവിന്റെ കൂടെ ഇരിക്കും, അപ്പക്കണ്ടം മുക്കി കഴിക്കാൻ. സാത്താന്റെ രൂപത്തിൽ വന്നോ? ഇല്ല. പക്ഷേ ഒരാഗ്രഹത്തിൽ കൂടെ കയറി, ആഗ്രഹത്തിൽ കൂടെ. അപ്പോഴും പറയാ യേശു, ഇതെന്റെ രക്തമാകുന്നു.
ഇതെൻ്റെ ശരീരമാകുന്നു. ഓ മൈ ഗോഡ്, എനിക്ക് അറിഞ്ഞുകൂടാ, ഞാനിത് പറയുമ്പോൾ എന്നെ കർത്താവ് ഇങ്ങനെ അങ്ങ് തൊടുക. യേശുവിൻ്റെ ശരീരമാകുന്ന അപ്പം ഭക്ഷിച്ച ഞാൻ, യേശുവിൻ്റെ രക്തമാകുന്ന വീഞ്ഞു കുടിച്ച ഞാൻ ഇനി ഈ നാവ് കൊണ്ട് പാപം ചെയ്യത്തില്ലെന്ന് പറയുക. ഇനി ഈ ശരീരം കൊണ്ട് പാപം ചെയ്യത്തില്ലെന്ന് പറയുക. ഇനി ഈ ശരീരം അശുദ്ധിക്ക് ഏൽപ്പിക്കത്തില്ലെന്ന് പറയുക. നിന്റെ നാവ് കൊണ്ട് പറയുക. ക്രൂശിന്റെ വചനം അന്വർത്ഥമാകുന്നത് ഈ വാക്ക് നീ പറയുമ്പോഴാണ്. ക്രൂശിന്റെ ശക്തി പൂർണ്ണമാകുന്നത് നീ ഇത് ഏറ്റുപറയുമ്പോഴാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി നാവ് കൊണ്ടുള്ള ഒരു മ്ലേച്ഛതയും, ഒരു വേണ്ടാത്ത സംസാരവും, ഒരു വ്യർത്ഥ സംസാരവും എനിക്ക് വേണ്ട. ഈ നാവാണ് യേശുവിൻ്റെ രക്തത്തിൻ്റെ ടേസ്റ്റ് നിന്നെ മനസ്സിലാക്കി തന്നതെങ്കിൽ ഇനി ആ നാവ് കൊണ്ട് ഞാനും നിങ്ങളും പാപം ചെയ്യില്ല. യേശുവിൻ്റെ ശരീരമാകുന്ന അപ്പം ആണ് എനിക്ക് ഈ ആത്മീയ ശക്തി, ഈ ആത്മീയ ശരീരം നിലനിർത്താൻ എന്നെ സഹായിക്കുന്നതെങ്കിൽ ഇനി ഈ ശരീരവും ഞാൻ വിട്ടുകൊടുക്കില്ല. യേശു ക്രൂശിൽ നിന്ന് തെന്നി മാറിയില്ല. അവനൊത്ത നടുക്ക് തന്നെ അവനെ സമർപ്പിച്ചു എങ്കിൽ ഞാൻ യേശുവിൽ പൂർണ്ണമായും എന്നെ സമർപ്പിക്കാൻ കടംപെട്ടവനാണെന്ന് ഇന്ന് അന്തരാത്മാവിൽ നിങ്ങൾക്കൊരു ബോധ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്കത് മനസ്സിലാകുന്നുവെങ്കിൽ, ക്രൂശി ശാപത്തിൻ്റെ അടയാളമല്ല, ശാപങ്ങളെ ഏറ്റുവാങ്ങി എനിക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിൻ്റെ രക്ഷയുടെ അടയാളമാണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുവെങ്കിൽ നിങ്ങൾ ക്രൂശിനെ വണങ്ങുകയല്ല, ക്രൂശിതനായ യേശുവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കുകയാണ് വേണ്ടത്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, ഈ ക്രൂശിൽ കള്ളന്മാരും തൂങ്ങി, ഈ ക്രൂശിൽ യേശുവും തൂങ്ങി. പക്ഷെ യേശു തൂങ്ങിയ ക്രൂശിൽ നിന്നാണ് ശക്തി പുറപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് പൗലോസ് ഇങ്ങനെയാ പറഞ്ഞത്, യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ എനിക്ക് പ്രശംസിപ്പാൻ ഇടവരരുത്. എനിക്ക് നിങ്ങൾക്കൊരു പ്രശംസയുണ്ടെങ്കിൽ ഞാൻ യേശുവിൽ പ്രശംസിക്കുന്നു എന്ന് പറഞ്ഞ പ്രിയപ്പെട്ടവരെ, മതവചനം ഇങ്ങനെ പറയുന്നത്, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി, ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം കൂടെ വായിച്ച് ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. അന്യഭാഷകളിൽ സംസാരിച്ച്, അന്യഭാഷകളിൽ ലാധർബഹർഥുന ലാബ്രാസ് ബറിറ്റോ ഗ്ലോറിയാഷ് മഹീനോ ലാബ്ധേരി റിബീസ് കമാ റുഹാഷ് മഹീദു ലെഹാബ്രദോനിയാം ഷേന ദഹന ബൗഡേനിസി റാൽബ്ര ഹോസ് ബിഹിദൽ മഹാർഥുന ഷഖേന റഹാസ്ത ബ്രാഉഥനി വീർഥനി ലിബ്ര ഹാസ്തു ഷൈഡ റുഹാൽ മെ ഹിദാർഗമസിനി ഹാംഥർനി ഹിസ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ് വായിക്കുന്നത്. അവൻ ദൈവരൂപത്തിലിരിക്കെ, 6 മുതൽ വായിക്കാം. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായിരുന്നു എന്ന് ഞാനും നിങ്ങളും വായിക്കുമ്പോൾ കർത്താവിൻ്റെ മുൻപിൽ, കർത്താവിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ, കർത്താവിൻ്റെ ശബ്ദത്തിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങളും അനുസരണമുള്ളവനായിരിക്കണം. അനുസരണക്കേടാണ് നമ്മെ ക്രൂശിൻ്റെ ശത്രുക്കളാക്കി മാറ്റുന്നത്. അനുസരണമാണ് എന്നെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി മാറ്റുന്നത്. ഇന്ന് ഒരു പുതിയ ബലം കർത്താവിൽ നിന്ന് പ്രാപിക്കാൻ മനസ്സുള്ള, കർത്താവിൽ നിന്ന് സ്വീകരിക്കാൻ മനസ്സുള്ള എല്ലാ ദൈവമക്കളും ഈ സമയം കർത്താവിൻ്റെ മുൻപിൽ നിങ്ങളുടെ തലകളെ വണക്കി, യേശുവേ, പിതാവേ, എന്നെ സ്പർശിക്കണമേ എന്ന്, എന്നെ സൗഖ്യമാക്കണേ എന്ന്, എന്നെ വിടുവിക്കണേ എന്ന്, എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ സമാധാനം
നഷ്ടപ്പെട്ടു പോയ സന്തോഷം, നഷ്ടപ്പെട്ട ദൈവശക്തി മടക്കി തരണമേ എന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും? ഞാനിത് പറയുമ്പോൾ ആ ദൈവ സാന്നിധ്യം നിശ്ചയമായും നിങ്ങളെ സ്പർശിക്കും. തർക്കമില്ലാത്തൊരു കാര്യമാണ്. നിങ്ങൾ എവിടെ ഇരുന്നാണ് എന്നെ കാണുന്നതെങ്കിലും, നിങ്ങൾ എവിടെ ഇരുന്നാണ് എന്നെ കാണുന്നതെങ്കിലും, സുഹൃത്തെ, ആ ദൈവശക്തി നിന്നെ തേടി വരുന്നു. ആ ദൈവശക്തി നിന്നെ തേടി വരുന്നു. ആ ദൈവകൃപ നിന്നെ തേടി വരുന്നു. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം, അത് നിനക്ക് വേണ്ടിയാണ്, നിന്റെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ്, നിങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടിയാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ഭയങ്കര രക്തത്തിന്റെ ശക്തി പലരുടെയും മേൽ. സുഹൃത്തേ, നീ ക്രൂശിന്റെ അടുത്തുണ്ടോ? സഹോദരി, നീ ക്രൂശിന്റെ അടുത്തുണ്ടോ? നീ ക്രൂശിന്റെ അടുത്തുണ്ടെങ്കിൽ നിനക്കൊരു പുതിയ കാഴ്ച പ്രാപിക്കാൻ കഴിയും. മോനെ, നീ ക്രൂശിന്റെ അടുത്തുണ്ടോ? നീ ക്രൂശിനോട് ചേർന്നിരിക്കുകയാണോ? നീ ക്രൂശിന്റെ സുഹൃത്താണോ അതോ ശത്രുവാണോ? മടങ്ങിവാ, മടങ്ങിവാ, മടങ്ങിവാ. നിന്റെ ആരാധന മാറട്ടെ, നിന്റെ പ്രാർത്ഥന മാറട്ടെ, വിശ്വാസം മാറട്ടെ, സമർപ്പണം മാറട്ടെ, വിശ്വസ്തത മാറട്ടെ. ദൈവഹിതത്തിന് നിനക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടോ? ദൈവേഷ്ടം നിറവേറ്റാൻ നിനക്ക് പറ്റുന്നുണ്ടോ? നിനക്ക് പ്രാപിച്ചെടുക്കാൻ കഴിയുന്നുണ്ടോ? കേട്ട് കേട്ട് മുൻപിലോട്ട് പോകുന്നവനാണോ? കേട്ട് പ്രാപിച്ച് അനുസരിച്ച് മുൻപോട്ട് പോകുന്നവനാണോ ഇന്ന് നീ? മടങ്ങിവാ, യേശുവിന്റെ ക്രൂശിലേക്ക് മടങ്ങിവാ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, യേശു നിന്നിൽ വന്നാൽ നിന്റെ വില മാറും. യേശു നിന്റെ വീട്ടിൽ വന്ന വീടിന്റെ വില മാറും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് തൊടാൻ തയ്യാറാക. അരുമനാഥനെ, ആ കർത്താവിനെ ഒന്ന് സ്പർശിക്കാൻ തയ്യാറാക. ദൈവം എല്ലാം തന്നില്ലേ? എല്ലാം തന്നില്ലേ പ്രിയപ്പെട്ടവരെ? കർത്താവ് തന്നതിലേക്ക് നീ ഒന്ന് നോക്കി. ഇനി ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, തന്നില്ല എന്നൊക്കെ ഇല്ല, ഇനിയും കിട്ടാനുണ്ട്. ആ ചോദിച്ചത് കിട്ടിയില്ലായിരുന്നു, അതിന്റെ മറുപടി ഇതുവരെ വന്നില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നീ നേടിയതിലേക്ക് നീ ഒന്ന് നോക്കിയിട്ട് പറയാ. രക്ഷകനെ അറിഞ്ഞതിന് ശേഷവും രക്ഷകന്റെ ക്രൂശിന്റെ വചനം നീ കേട്ട് വിശ്വസിച്ചതിന് ശേഷവും ചേർന്ന് നടക്കാൻ തുടങ്ങിയതിന് ശേഷവും ഉള്ള അനുഗ്രഹങ്ങളും സാക്ഷ്യങ്ങളും സമാധാനവും ഒക്കെ തന്നെയല്ലേ നിങ്ങൾക്കുള്ളൂ? ഈ ക്രൂശിൽ നിന്ന് അകന്ന് ജീവിച്ചപ്പോ നീ സ്വയം ആ ഗദരദേശത്തെ മനുഷ്യനെ പോലെ സ്വയം ശപിക്കുകയും സ്വയം കല്ലുകൊണ്ട് തല്ലിച്ചതയ്ക്കുകയും സ്വയം മുറിവേൽപ്പിക്കുകയും സ്വയം ശപിക്കുകയും ഒക്കെ ചെയ്തിരുന്ന കാലഘട്ടമല്ലേ ആ ക്രൂശിന്റെ ശത്രുവായി നീ ജീവിച്ചിരുന്ന കാലഘട്ടം? എന്നാൽ യേശു ഗദരദേശത്തെ മനുഷ്യനെ സന്ദർശിച്ച പോലെ നിങ്ങളെ സന്ദർശിച്ച സമയം നിങ്ങളുടെ ജീവിതത്തിൽ വന്ന രൂപാന്തരമല്ലേ നിങ്ങളെ ഒരു സാക്ഷിയാക്കി മാറ്റിയത്? അവൻ തന്നതിലേക്ക് നോക്കാം, തന്നതിലേക്ക് നോക്കാം. അവൻ തന്നതിനായി സ്തോത്രം പറയുക. അവൻ മേലാലും നിനക്ക് തരും, നിന്നെ വർദ്ധിപ്പിക്കും, നീ ഒരു അനുഗ്രഹമായി തന്നെ മാറും. എന്നാൽ ഈ സമയം അവൻ ചെയ്തതിലേക്ക് നോക്കുക, അവന്റെ പൊന്മുഖത്തിലേക്ക് നോക്കുക. നീ അഭിഷേകത്തിന് ആഗ്രഹിക്കുന്നോ? നീ യേശുവിലേക്ക് നോക്കുക. ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വരട്ടെ. മോനെ, ദൂരെ നിന്ന് നോക്കിയാൽ നീ എല്ലാം അവ്യക്തമായേ അറിയുകയുള്ളൂ, കാണുകയുള്ളൂ, കേൾക്കുകയുള്ളൂ. എന്നാൽ ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞ കർത്താവ്
ഇന്ന് നിന്നെ അടുക്കൽ വിളിക്കുമ്പോൾ അവൻ ആഗ്രഹിക്കുന്നു അവനെയും നിന്നെയും തമ്മിൽ, ആരുമനാഥനെയും നിങ്ങളെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്ത് നിർത്തുന്നതിൽ നിന്ന് നീ സ്വതന്ത്രമാകുവാൻ. ഞാനിത് പറയുമ്പോൾ പലരുടെ മേലും ആ ഡെലിവറൻസ് സംഭവിക്കുകയാണ്. എനിക്കത് വ്യക്തമായി അറിയാൻ കഴിയുന്നു. സ്വർഗം നിന്നെ സന്ദർശിക്കുന്ന സമയം, യേശു നിന്നെ തൊടുന്ന സമയം, ദൈവം നിന്നെ ചൈതന്യപ്പെടുത്തുന്ന സമയം. Come on, this is the power of God. Ho riba ma shihala roho. Come on, surrender yourself. Surrender yourself. Shebebebebe lehi bahilo. സൗഖ്യങ്ങൾ ഉണ്ടാകുന്നു, സൗഖ്യങ്ങൾ ഉണ്ടാകുന്നു, ഡെലിവറൻസുകൾ ഉണ്ടാകുന്നു, ഡെലിവറൻസുകൾ ഉണ്ടാകുന്നു. ഹീലിംഗ്സ് നടക്കുന്നു, ഷിഫ്റ്റിംഗ് ഉണ്ടാകുന്നു. ലായ് ബ്രോ കോസേ മഹസു. നിന്റെ ഉള്ളത്തിൽ കെട്ടിക്കിടക്കുന്ന സകല ദുഷ്ടന്റെ വ്യാഖ്യാനങ്ങളും ദൈവം ഈ സെക്കൻഡിൽ മായ്ച്ചു കളയുകയാണ്. ദുഷ്ടന്റെ ചിന്തകൾ നിന്റെ ഉള്ളിൽ നിന്ന് ദൈവം മായ്ച്ചു കളയുകയാണ്. ഈ ക്രൂശിന്റെ വെളിപ്പാടിലേക്ക് ദൈവം നിന്നെ ഉയർത്തുകയായി സമയം. ഹോ യേ ജീസസ്, ഹോളി സ്പിരിറ്റ്. പിതാവേ, ഞാൻ ഇവരെ അങ്ങയുടെ കൈകളിലേക്ക് തരുന്നു. സ്വർഗം ഇന്നിവരെ സന്ദർശിച്ചതിനായി, ദൈവം ഇന്നിവരെ വിടുവിച്ചതിനായി, ദൈവം ഇവരെ ശക്തീകരിച്ചതിനായി, പിതാവ് ഇവരെ തിരഞ്ഞെടുത്തതിനായി ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. യേശുവേ, ഇവരെ അവിടെ നിന്ന് അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. ഇന്ന് സൗഖ്യങ്ങൾ ഇതിനകത്ത് നടന്നതിനായി നന്ദി. എല്ലാ മഹത്വം അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ശക്തമായ ദൈവിക സ്പർശനങ്ങൾ ഇതിനകത്തുണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ അനുഭവങ്ങളെക്കുറിച്ച് ഈ നമ്പറിൽ നിങ്ങൾ വാട്സാപ്പിൽ നിങ്ങൾ വോയിസ് ആയിട്ടോ ടെക്സ്റ്റ് ആയിട്ടോ നിങ്ങൾ അറിയിക്കുക. നിങ്ങൾക്കുണ്ടായ മാറ്റം, നിങ്ങൾക്കുണ്ടായ അനുഭവം എന്താണെന്നുള്ളത് ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ മിനിസ്ട്രിക്ക് കുറച്ചുകൂടെ കരുത്തേകും. നിങ്ങൾ ഞങ്ങളുടെ മിനിസ്ട്രിക്കായി പ്രാർത്ഥിക്കുക. എല്ലാ ദിവസവും രാവിലെ 6:30 വൈകുന്നേരം 6:30 ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവെഴുത്ത് ഞങ്ങളുടെ ഈ പ്ലാറ്റ്ഫോമിൽ ശുശ്രൂഷിക്കപ്പെടുന്നു. ഒപ്പം ഉടനെ ആരംഭിക്കാനിരിക്കുന്ന ഞങ്ങളുടെ പ്രെയർ ഹാളിൻ്റെ പണിയെക്കുറിച്ച് ഓർത്തും നിങ്ങൾ പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ പിന്താങ്ങൽ ഉണ്ടാകുകയും ചെയ്യുക. അതിനാൽ ദൈവം നിങ്ങളെ, നിങ്ങളുടെ തലമുറകളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവ് നിങ്ങളെ ശക്തീകരിക്കട്ടെ. നമുക്ക് ആശീർവാദം പറയാം. ദൈവം നിങ്ങളെല്ലാവരെയും ബലപ്പെടുത്തും, സഹായിക്കും, ശക്തീകരിക്കും. ആമേൻ. അഭിഷേകത്തോടെ ജീവിക്കാൻ നിങ്ങളെല്ലാവരെയും ദൈവം ബലപ്പെടുത്തും. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനാം യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്ത സകല ജനത്തോടും കേൾപ്പിച്ച കർത്താവിൻ്റെ ജീവനുള്ള തിരുവെഴുത്തിനോടും സകല വിശുദ്ധന്മാരോടും കൂടെ ഇന്നുമെന്നും കർത്താവിൻ്റെ വരവോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.